നമസ്കാരം. ക്യാൻസർ എന്നത് പലർക്കും ഒരു പേടി സ്വപ്നമായ ഒരു അവസ്ഥയാണ്. കാരണം ആ അസുഖം വന്നു കഴിഞ്ഞാൽ അതിജീവന സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ഒരു സാധ്യതയുണ്ടല്ലോ. മരുന്നുകൾ അതിൽ വലിയ രീതിയിൽ ഗവേഷണ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അത് ആഗ്രഹിച്ചിട്ടുമുണ്ട്. ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, എന്നാൽ ആ സ്വപ്നം ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു വാർത്ത വരികയാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന്. ഇന്ത്യയിൽ ഒരു ക്യാൻസർ മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ മരുന്നിൻ്റെ പേര് RK-251 ഇപ്പോൾ താൽക്കാലികമായി നാമകരണം ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഒരു സ്മാർട്ട് ക്യാൻസർ മരുന്നാണ്. ആ സ്മാർട്ട് എന്താണെന്ന് പറയാൻ കാരണം അത് വിശദീകരിച്ചു തരാം. ഇപ്പോൾ ഈ പരമ്പരാഗതമായിട്ട് നമുക്കിപ്പോൾ അറിയുന്ന കീമോതെറാപ്പി പോലെയുള്ള ചികിത്സാ രീതികളൊക്കെയാണല്ലോ. അപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്നത് കൊണ്ടുള്ളൊരു കുഴപ്പം, അത് ആ ചികിത്സയ്ക്ക് വിധേയമാകുമ്പോൾ ഈ ക്യാൻസർ കോശങ്ങൾക്കൊപ്പം തന്നെ സാധാരണ നല്ല ആരോഗ്യകരമായ കോശങ്ങളും നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ക്യാൻസർ രോഗികൾക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ RK-251 സ്മാർട്ട് മരുന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഗുവാഹത്തിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർ ആസിസ് ബാല, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തിയിലെ ഡോക്ടർ KP ഫാപാക് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ നിർണായക കണ്ടെത്തൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാൻസർ കോശങ്ങളിൽ ഉയർന്ന അളവിൽ കാണപ്പെടുന്ന റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് തരാം. അപ്പോൾ ഈ ROS അഥവാ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ തിരിച്ചറിഞ്ഞാണ് ഈ RK-251 പ്രവർത്തിക്കുന്നത്. അതായത് ഈ ശരീരത്തിലെ മറ്റ് ആരോഗ്യകരമായ കോശങ്ങളിൽ ഇത് നിഷ്ക്രിയമായിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കീമോതെറാപ്പി ചെയ്യുമ്പോൾ ആരോഗ്യകരമായ കോശങ്ങൾ നശിച്ചു പോകുമെങ്കിൽ ഈ RK-251 എന്ന മരുന്ന് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് ആരോഗ്യകരമായ കോശങ്ങളിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അത് നിഷ്ക്രിയമായിരിക്കും, വളരെ സൈലൻ്റ് ആയിട്ടിരിക്കും. എന്നാൽ ഈ മരുന്ന് ക്യാൻസർ കോശങ്ങളിലേക്ക് എത്തുമ്പോൾ ആൾ അതിൻ്റെ തനി സ്വരൂപം കാണിക്കുകയും ചെയ്യും. അതാണ് ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ROS അതായത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് അതിനെക്കുറിച്ച് വിശദമാക്കി തരാം. ഈ ROS എന്ന് പറയുന്നത് കോശങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന രാസപ്രവർത്തന ശേഷി വളരെ കൂടുതലുള്ള ചില ഓക്സിജൻ തന്മാത്രകളാണ്. സാധാരണ കോശങ്ങളെ അപേക്ഷിച്ച് ക്യാൻസർ കോശങ്ങളിൽ ഈ ROS എന്ന പറയുന്ന സാധനത്തിൻ്റെ അളവ് കൂടുതലുമായിരിക്കും. ഇപ്പോൾ ക്യാൻസർ കോശങ്ങൾ വളരെ വേഗത്തിൽ വളരുന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അതാണ് ആ അസുഖത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ക്യാൻസർ കോശങ്ങൾ വളരെ വേഗത്തിൽ വളരുകയും അത് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ വലിയ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് മരണം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ക്യാൻസർ കോശങ്ങൾ അതിവേഗത്തിൽ വിഭജിക്കുമ്പോൾ അവയ്ക്ക് വലിയ തോതിൽ ഊർജം ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രക്രിയക്കിടയിൽ ഉപോൽപ്പന്നമായി സൃഷ്ടിക്കപ്പെടുന്നതാണ് ROS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ROS അതിലുള്ളത് ഒരു കാര്യം പറഞ്ഞാൽ നമുക്കൊരു അനുഗ്രഹവും കൂടിയാണ്. കാരണം കുറഞ്ഞതോ മിതമായതോ ആയ അളവിലുള്ള ROS എന്ന് പറയുന്നത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെയും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പടരുന്നതിനെയും സഹായിക്കുന്ന സിഗ്നലുകളായിട്ട് പ്രവർത്തിക്കുമ്പോൾ, എന്നാൽ നേരെ തിരിച്ച് ഈ ROSൻ്റെ അളവ് ഒരു പരിധിക്ക് മുകളിൽ കൂടുതലായാൽ അത് ക്യാൻസർ കോശങ്ങളുടെ DNA-യെയും അതിൻ്റെ പ്രോട്ടീനുകളെയൊക്കെ തകർക്കുകയും ആ കോശങ്ങളുടെ മരണത്തിന് തന്നെ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഈ ROS ഒരേ സമയം നായകനുമാണ് വില്ലനുമാണ്. അപ്പോൾ നായകനെ മാത്രമാണ് നമ്മൾ മരുന്നുകൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതെന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് ഈ ROSുമായിട്ട് പ്രവർത്തിച്ച് നമുക്ക് ആ രോഗമുക്തി സാധ്യമാക്കുന്നത് എന്ന് നോക്കാം. ഈ ശരീരത്തിലേക്ക് ഈ RK-251 കടത്തിവിടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു നിഷ്ക്രിയ അവസ്ഥയിലായിരിക്കും. കാരണം അത് ആരോഗ്യകരമായ കോശങ്ങളെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിലെ സാധാരണവും ആരോഗ്യപൂർണമായ കോശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവയ്ക്ക് യാതൊരുവിധ കേടുപാടും ഉണ്ടാകില്ല, നമ്മൾ അറിയത്ത പോലുമില്ല. ഈ മരുന്ന് പക്ഷേ ക്യാൻസർ കോശങ്ങളിലുള്ളിലെ ഉയർന്ന ROS തന്മാത്രകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ, കാര്യം ഇവരാണ് ഈ ക്യാൻസർ കോശങ്ങളെ തകർക്കുന്നത്, അവരുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ആ ഓക്സിഡേറ്റഡ് അന്തരീക്ഷം മരുന്നിൻ്റെ ഘടനയിൽ ഒരു രാസമാറ്റം ഉണ്ടാക്കുന്നു. ഈ രാസമാറ്റത്തിലൂടെ ഈ മരുന്നിൻ്റെ സ്വിച്ച് അങ്ങ് ഓണാകും. അതുവരെ അനങ്ങാതിരുന്ന ഈ മരുന്ന് അവിടെ എത്തുമ്പോൾ അങ്ങ് ഉഷാറാകും. അപ്പോൾ എന്ത് സംഭവിക്കും? മരുന്ന് ശക്തമായ ക്യാൻസർ പ്രതിരോധ സംയുക്തം പുറത്തുവിടുകയും ഇത്
ക്യാൻസർ കോശങ്ങൾ നശിച്ചു പോകാതെ നിലനിൽക്കാനും പ്രതിരോധശേഷി നേടാനും ഉപയോഗിക്കുന്ന പ്രത്യേക പ്രോട്ടീനുകളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇതോടെ ക്യാൻസർ കോശങ്ങളുടെ അതിജീവന മാർഗങ്ങൾ അടയുകയും അവ കൃത്യമായി നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ RK-251 എന്ന മരുന്ന് നമുക്ക് വലിയ ഒരു ആശ്വാസവും വലിയ പ്രതീക്ഷയും നൽകുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പരീക്ഷണമൊക്കെ നടത്തി, കടുത്ത സ്തനാർബുദ കോശങ്ങൾക്കിടെ നടത്തിയ ക്ലിനിക്കൽ പരീക്ഷണത്തിൽ അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ പരീക്ഷണത്തിൽ, ക്ലിനിക്കൽ പരീക്ഷണം ആകുന്നതേ ഉള്ളൂ, ഈ മരുന്ന് മികച്ച ഫലം കാണിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മനുഷ്യരിലെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ കൂടി വിജയകരമായി പൂർത്തിയാക്കിയാൽ ക്യാൻസർ ചികിത്സാ രംഗത്ത് ഇന്ത്യ വലിയൊരു വിപ്ലവം തുടങ്ങി വെക്കുമെന്ന് നിസ്സംശയം പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കീമോതെറാപ്പി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതെന്താണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ കീമോതെറാപ്പി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ വളരെ ഫലപ്രദം തന്നെയാണ്. പക്ഷേ അത് ശരീരത്തിലെ ആരോഗ്യമുള്ള കോശങ്ങളെ കൂടി ബാധിക്കുന്നത് കൊണ്ട് കഠിനമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലരെ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ക്യാൻസർ ബാധിതരായവർ കീമോതെറാപ്പിക്ക് ശേഷം വളരെ അവശരാകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്. ഇത് ഒരേ സമയം ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയും അതേസമയം നല്ല കോശങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതും കൂടിയാണ്. വേഗത്തിൽ വളരുന്ന ശരീരത്തിലെ മറ്റ് നല്ല കോശങ്ങളെ കീമോതെറാപ്പി മരുന്നുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ചില ശക്തമായ കീമോ മരുന്നുകൾ ഹൃദയം, വൃക്കകൾ, കരൾ, ശ്വാസകോശം എന്നിവയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാറുമുണ്ട്. നമ്മൾ ചിലപ്പോൾ ദുഃഖകരമായ ചില സംഗതികൾ കേൾക്കാറുണ്ട്. ചില ക്യാൻസർ രോഗികൾ ചികിത്സ തുടങ്ങിയ ശേഷം മരണപ്പെട്ടു പോകുന്നു. അതിൻ്റെ കാരണം ഇങ്ങനെയാണ്. ഇത്തരം ചില നിർണായക അവയവങ്ങളെ കീമോതെറാപ്പി ദോഷകരമായി ബാധിക്കുന്നത് കൊണ്ടാണ്. ഇനി ചെലവിൻ്റെ കാര്യം തന്നെ നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ക്യാൻസർ ചികിത്സാ ചെലവെന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. ഇപ്പോൾ സാധാരണക്കാർക്ക് ചിലപ്പോൾ ഇത് താങ്ങാൻ പറ്റിയെന്ന് പോലും വരില്ല. ഇത് ചികിത്സാ രീതി അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആശുപത്രി ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും ഇത് ചെലവ് മാറി മറിയുന്നത്. കീമോതെറാപ്പിക്ക് ശേഷമുള്ള രോഗമുക്തി സാധ്യതയും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഇത് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ക്യാൻസറിൻ്റെ തരം, രോഗം കണ്ടെത്തിയ ഘട്ടം, രോഗിയുടെ പ്രായം, പൊതുവായ ആരോഗ്യം എന്നിവയും കൂടി ആശ്രയിച്ചിരിക്കുന്നു. പ്രാരംഭഘട്ടത്തിൽ തന്നെ, ക്യാൻസറിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ കീമോതെറാപ്പി തുടങ്ങുകയാണെങ്കിൽ രോഗമുക്തിയുടെ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ക്യാൻസർ മറ്റ് അവയവങ്ങളിലേക്ക് പടരാത്ത ഈ ഘട്ടത്തിലാണെങ്കിൽ കീമോതെറാപ്പിയും സർജറിയും നൽകിയാൽ രോഗമുക്തി ഏതാണ്ട് 80 മുതൽ 99% വരെ, തുടക്കത്തിൽ തന്നെ കീമോതെറാപ്പി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായി അതിനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്യാൻസർ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്ന അവസാന സ്റ്റേജിലൊക്കെയാണ് നമ്മൾ കീമോതെറാപ്പി നടത്തുന്നതെങ്കിൽ രോഗമുക്തി സാധ്യത പരമാവധി 30% വരെയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ കീമോതെറാപ്പി നൽകുന്നത് രോഗിയുടെ ആയുസ് കുറച്ചു കാലം കൂടി നീട്ടിയെടുക്കാനും അതികഠിനമായ വേദന ഒരു പരിധിവരെ കുറയ്ക്കാനുമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ മരുന്നുണ്ടല്ലോ RK-251, അത് വിപണിയിലെത്തുമ്പോൾ ഈ ചികിത്സാ നിരക്കും അതേപോലെ അതിജീവന സാധ്യതയും വളരെ കൂടും എന്നുള്ളത് നിസ്സംശയം. ചികിത്സാ നിരക്ക് കുറയാനും അതിജീവന സാധ്യത വളരെ കൂടാനും ഉള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഈ മരുന്ന് പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച മരുന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെലവ് വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന് പേറ്റൻറ്റിന് വേണ്ടിയിട്ടോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പണം നൽകേണ്ടതില്ലാത്തൊരവസ്ഥയായതുകൊണ്ട്. നിലവിൽ ക്യാൻസറിനുള്ള പല സ്മാർട്ട് മരുന്നുകളും നമ്മൾ പുറമേ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അത് ഈ ചികിത്സാ ചെലവ് വലിയ രീതിയിൽ കൂട്ടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ അത് ഈ ഒരു RK-251 എന്ന് പറയുന്ന മരുന്നുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ രോഗിക്ക് ചികിത്സയിലൂടെ രോഗം ഭേദമാകാനും ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ മറ്റൊരു ഏറ്റവും സുപ്രധാന സംഗതി, ഈ മരുന്ന് കണ്ടെത്തിയേക്കുന്നത് സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഈ മരുന്ന് വികസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇപ്പോൾ കാരുണ്യ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ സർക്കാർ പദ്ധതികൾ വഴി വളരെ കുറഞ്ഞ നിരക്കിലോ ഒരു പക്ഷേ സൗജന്യമായോ ഈ മരുന്ന് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ റഷ്യയിലും സമാനമായ ഒരു കണ്ടുപിടുത്തം കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു വാക്സിൻ ഇപ്പോഴും ചർച്ചയാവുന്നുണ്ട്. അതിൻ്റെ പേര് എൻഡറോമിക്സ് എന്നാണ്. അപ്പോൾ ഇത് ക്യാൻസർ വരാതിരിക്കാൻ നേരത്തെ ചില രാജ്യങ്ങളിൽ വാക്സിൻ
കണ്ടെത്തിയിട്ടുണ്ട്. വാക്സിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണം, രോഗം വരുന്നതിന് മുൻപെടുക്കുന്ന മരുന്നിനെയാണ് വാക്സിൻ എന്ന് പറയുക. അപ്പോൾ ചില രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ അത്തരം വാക്സിനുകളുണ്ട്. പക്ഷേ ഇതിൽ നിന്നും റഷ്യൻ വാക്സിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ശരീരത്തിൽ ഇതിനകം ബാധിച്ച ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് വാക്സിൻ എന്ന രീതിയിലാണ്. അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാലും ഈ വാക്സിൻ പ്രയോജനപ്പെടുത്താം. ഓരോ രോഗിയുടെയും ട്യൂമറിൽ നിന്നുള്ള DNA ഘടന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്താണ് ഈ വാക്സിൻ നിർമ്മിക്കുന്നത്. ഈ വാക്സിൻ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു വാക്സിനാണ് റഷ്യ കണ്ടെത്തിയേക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ അവർ വൻകുടലിൽ ക്യാൻസർ ബാധിച്ച രോഗികളിൽ ഒരു പരീക്ഷണം നടത്തി 60 മുതൽ 80% വരെ ഈ ഫലപ്രദമാണ് എന്നുള്ളതാണ് റഷ്യൻ ഗവേഷകർ കണ്ടെത്തിയേക്കുന്നത്. ഇപ്പോൾ കീമോതെറാപ്പി പോലെയുള്ള കഠിനമായ പാർശ്വഫലങ്ങൾ ഈ ചികിത്സയ്ക്കില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ റഷ്യ വികസിപ്പിച്ചെടുത്ത ഈ ക്യാൻസർ വാക്സിൻ സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് സൗജന്യമായി വിതരണം ചെയ്യാനായിട്ട് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത് ലോകവ്യാപകമായി കൊടുക്കുമെന്നുള്ള പ്രചാരണം നടക്കുന്നത് തെറ്റാണ്. ഈ വാക്സിൻ നിർമ്മിക്കാൻ ഒരു ഡോസിന് ഏകദേശം 3 ലക്ഷം റൂബിൾസ്, അതായത് ഇന്ത്യൻ കറൻസിയിൽ ഏതാണ്ട് 2.5 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന വളരെ വില കൂടിയ ഒരു വാക്സിൻ കൂടിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ മരുന്ന് നിലവിൽ റഷ്യ അവരുടെ ആരോഗ്യ പദ്ധതിക്ക് കീഴിൽ സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. ഇത് ആഗോളതലത്തിൽ വിതരണം ചെയ്യാനായിട്ടുള്ള നടപടികൾ ആയിട്ടില്ല, പ്രത്യേകിച്ച് ഇന്ത്യ സൗഹൃദ രാഷ്ട്രമാണെങ്കിൽ പോലും. ഇനി ഇന്ത്യയിലേക്ക് ഈ റഷ്യ ഈ വാക്സിൻ തരാൻ സന്നദ്ധമാണെങ്കിൽ നമ്മുടെ ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ അനുമതിയും ഇവിടെയുള്ള പ്രാദേശിക ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്കും പൂർത്തിയായ ശേഷം മാത്രമേ റഷ്യൻ വാക്സിനും ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏതായാലും നമ്മൾ ഈ കാര്യത്തിൽ പുതിയ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. നമ്മൾ കണ്ടെത്തിയ RK-251 എന്ന ആ മരുന്ന് വലിയ താമസമില്ലാണ്ട് അതിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കി പരമാവധി 1-2 വർഷത്തിനുള്ളിൽ അത് നമുക്ക് ലഭ്യമാകും എന്നാണ് കരുതുന്നത്. അതോടുകൂടി ക്യാൻസർ എന്ന ആ ഒരു വലിയൊരു ഭീതി, ആ ഒരു വലിയൊരു ദുസ്വപ്നം നമ്മളിൽ നിന്നും എന്നേക്കും വിട്ടകലും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.